ഫ്രെയിം ആണ്. യെസ്, എന്റെ ഈ വർഷത്തെ ഓണമാണ്. ഈ ഓണം ഞാൻ ആഘോഷിച്ചത് 10 ദിവസം തിരുവനന്തപുരത്താണ്. അതിന്റെ ഒരു വലിയ മെമ്മോറിയൽ ആയിട്ട് ഞാനിത് വീട്ടിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഈ ഓണം തിരുവനന്തപുരത്ത് ഈ ഫോട്ടോഗ്രാഫറിന്റെ പേര് കൂടെ ഞാൻ പറയണം, കണ്ണൻ പള്ളിപ്പുറം. ഇദ്ദേഹം എടുത്ത ഫോട്ടോസാണ് ഞാൻ ഈ പ്രാവശ്യം ഓണാഘോഷത്തിന് പോയി എല്ലാ വേദികളിൽ നിന്നുമുള്ള ഫോട്ടോസ് ഉണ്ട്. താങ്ക് യു. അതുപോലെ കണ്ണൻ ചേട്ടൻ നമ്മളും വലിയൊരു താങ്ക്സ് പറയാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മളുടെ ഒരുപാട് മനോഹരമായ ചിത്രങ്ങൾ കണ്ണൻ ചേട്ടൻ എടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ 16 ഇന്ന് റിലീസ് ആയിരിക്കുന്ന കൊത്തു മൂവിയുടെ റിലീസ് ഡേ ഇവന്റ് എലൻ സ്കോട്ട് റെഡ് എഫ്എം ഹോസ്റ്റ് ചെയ്ത കൊത്തു മൂവി ഇവന്റ് ആണ് ഇപ്പൊ മോൾ ഓഫ് ട്രാവൻകൂറിൽ നടന്നിരിക്കുന്നത്. വന്നവർക്കും നിന്നവർക്കും കണ്ടവർക്കും വരുന്നത് അവസാനത്തെ 10 വിന്നേഴ്സ് ആണ് ഇപ്പൊ വേദിയിലുള്ളത്. യെസ്, കൊത്തു മൂവി മേക്കിംഗ് വീഡിയോ. ശ്രീ സുരേഷ് മൊമെന്റ് നൽകുന്നതിനായി ശ്രീ സുരേഷിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അതേപോലെ ശ്രീ സക്കീർ, ശ്രീ ഇക്ബാൽ. നല്ലൊരു കൈയ്യടി കൊടുക്കട്ടോ. ശ്രീ ബെനറ്റ് രവീന്ദ്രൻ, ശ്രീ നാദുർ ഷാ, ശ്രീ അനിൽ, please come on to the stage, please. Yes, കൊത്തു മൂവി റിലീസ് ഡേ ഇവന്റ് ആണ്. സക്സസ് സെലിബ്രേഷൻ നമ്മൾ ആദ്യമേ കട്ടിയാണ്. ഒരുപാടധികം ദിവസം തിയേറ്ററുകളിൽ ഗംഭീരമായിട്ട് നല്ലൊരു ക്ലാപ്പ് ആവാം. കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ശക്തി. ഒരു കൈയ്യടി കൊടുക്ക്. ആക്ടർ പ്രൊഡ്യൂസർക്ക് പേര് നൽകി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു.
അപ്പോ എല്ലാവരും സ്റ്റേജിൽ നിൽക്കുന്ന സ്ഥിതിക്ക് എലൻ സ്കോട്ടിന്റെ ബ്രാൻഡ് അംബാസിഡർ എലൻ സ്കോട്ട് ഡീലേഴ്സിന് ഒരു മെമന്റോ കൊടുക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. ഉറപ്പായിട്ടും നല്ല പടങ്ങളെ നമ്മൾ നെഞ്ചോട് ചേർക്കേണ്ടതുണ്ട്. അപ്പൊ കൊത്തു സക്സസ് സെലിബ്രേഷനിലെ ഒരു ചെറിയ മധുരമാണ് നിങ്ങളോടൊപ്പം നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. ഒരുപാടധികം ദിവസങ്ങൾ തിയേറ്ററിൽ ജനങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യട്ടെ, ഒരുപാടധികം ദിവസം ഓടട്ടെ. ഇതാരാന്നറിയോ? രഞ്ജിത്ത് സാറിന്റെ മകനാണ്. നമ്മുടെ രഞ്ജിത്ത് സാറിന്റെ മകനാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. ഇത് ഒരു പ്രൊഡ്യൂസറുടെ വായിൽ നിന്ന് ഏറ്റവും ആദ്യം വരുന്ന ഒരു ഇത് എന്താണെങ്കിലും ഇത് തന്നെയായിരിക്കും. കുഴപ്പമില്ല. പ്രൊഡ്യൂസറുടെ രോദനം അല്ല, ഒരു വയലൻസ് സിനിമയായതുകൊണ്ട് ആരും മാറി നിൽക്കരുത്. ഒന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. കണ്ടിട്ട് മാത്രം പറയാം. വെറുതെ ഈ പറയുന്ന ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും കോപ്പി പേസ്റ്റ് ചെയ്ത് വിടുന്ന പരിപാടി നിർത്തിയിട്ട് ഒന്ന് കണ്ടു നോക്കൂ. നല്ല സിനിമയാണ്. താങ്ക് യു. പോയത് പ്രൊഡ്യൂസറുടെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നമുക്ക് ഒരുപാട് കണ്ടന്റ് ഉള്ള ഇപ്പൊ അഖിലേഷ് പറഞ്ഞ പോലെ തന്നെ വെറുതെ ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് അല്ലെങ്കിൽ വയലൻസ് ആണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റുന്ന പടമല്ല കൊത്ത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഗ്യാരണ്ടി തരുന്ന ഒരു കാര്യം ഒന്ന് സിബി മലയിൽ സാർ, രണ്ട് ഗോൾഡ് കോയിൻ പ്രൊഡക്ഷൻസ്. നമുക്ക് ഒരുപാട് കണ്ടന്റ് ഉള്ള സിനിമകൾ തന്നിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പോൾ ഈ ഗോൾഡ് കോയിൻ എങ്ങനെയാണ് ഒരു ശരിക്കും കൊത്തിലേക്ക് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ലാൻഡ് ചെയ്യുന്നത്? നമ്മൾ അയ്യപ്പനും കോശിയും നായാട്ടും കഴിഞ്ഞിട്ട് അടുത്ത പ്രൊഡക്ഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആക്ച്വലി ബാദുഷ, നമ്മളെ പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുഷ വഴിയാണ് ഈ സിനിമ നമ്മളിലേക്ക് എത്തുന്നത്. ആദ്യം സിബി സാറ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമ എന്ന് കേട്ടു. അച്ഛൻ സാറെ വിളിച്ചു. സാറ് വന്ന് കഥ പറഞ്ഞു. റൈറ്റർ ഹേമന്തേട്ടൻ്റെ കൂടെ കേട്ട ഉടനെ അച്ഛൻ പറഞ്ഞു ഞാനത് പ്രൊഡ്യൂസ് ചെയ്യാം. ആ ക്യാരക്ടർ സദേട്ടൻ എന്നുള്ള ക്യാരക്ടർ അച്ഛനിപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ചെയ്യാം, അതും അച്ഛൻ തന്നെ അത് പ്ലേ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഗോൾഡ് കോയിൻ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ. ഗോൾഡ് കോയിന്റെ പ്രൊഡക്ഷൻ സൈഡിൽ കണ്ടന്റുകളൊക്കെ അഗ്നിവേശം നോക്കാറുണ്ടോ? അങ്ങനല്ല, അതൊക്കെ അച്ഛനും ശശിയേട്ടനും ഉണ്ട്, അവർ നോക്കിക്കോളും. ഞാൻ അതിന്റെ പിന്നിലുണ്ടെന്നല്ലോ, വേറെ താല്പര്യം പ്രൊഡക്ഷനാണോ കൂടുതലും? അതെ അതെ. ഇപ്പം ആസ് ഓഫ് നൗ പ്രൊഡക്ഷനാണ് ഇപ്പൊ ഞാൻ കോൺസെൻട്രേറ്റ് വർക്ക് ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, താങ്ക് യു അഖിലേഷ്. താങ്ക് യു സോ മച്ച്. ആണ് നമ്മുടെ കൂടെ ഇവിടെ ഇരിക്കുന്നത്. അപ്പം എന്നാലും ഒത്തിരി പേർക്ക് കിട്ടിയിട്ടില്ല. എത്ര ഷൂസ് ഉണ്ട് കളക്ഷനിൽ നമ്മൾ ഗസ് ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ ക്യാരി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഷൂസ് ആയിരിക്കും ഡെഫിനറ്റ്ലി ആ ഒരു വാർഡ്രോബിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമുക്ക് കൊത്ത് മൂവി ഒരു ഡാം ഒക്കെ കാണിച്ചിരിക്കുകയാണ് ഇവിടെ. കൊത്ത് മൂവി റിലീസ് ഡേ ഇവന്റില് കൊത്തിലെ ഒരു പാട്ട് കേട്ടാലോ? കാണുന്ന ആഗ്രഹമില്ലേ? ഇല്ലേ? പറ്റത്തില്ല. ആദ്യത്തെ ഒരു ഓളം മിസ്സായോ? അതെ, കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരു ഇവന്റിന് ആസിഫിക്ക വന്നിട്ടുണ്ടായിരുന്നു. അന്ന് തിരുവനന്തപുരം കാണിച്ച എനർജി കണ്ടിട്ട് നമ്മൾ എല്ലാരും അന്ന് വിട്ട് നിന്നതാ. ആ എനർജി ഒന്ന് തിരിച്ചു കൊണ്ടുവന്നേ. Come on. Yes. ആ സൈഡിൽ നന്നായിട്ടുണ്ട്. രണ്ട് സൈഡും കൂടെ ഒന്നിച്ചു പിടിച്ചാൽ നല്ലൊരു ഓളാവും. സോങ് പ്ലേ ആയിട്ട് കൊട്ട് മൂവി സോങ്. ഷൂസിനെ പറ്റി ഞാൻ പറയുന്നില്ല, പക്ഷെ ഇന്ന്
ഈ ഇവന്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അലൻ സ്കോട്ട്. അലൻ സ്കോട്ട് ആണ്. ആരാണ് അലൻ സ്കോട്ടിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് അറിയോ? ഞാനിടുന്ന ഒരുപാട് നല്ല ഷർട്ടുകൾ എനിക്ക് തരുന്നത്, ഫ്രീ ആയിട്ട് തരുന്നത് അലൻ സ്കോട്ട് ആണ്. അപ്പോൾ ഷൂസുകളെക്കാൾ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അലൻ സ്കോട്ടിനെ പറ്റിയിട്ടാണ്. ഫ്രീ ആയിട്ട് തരും അലൻ സ്കോട്ടിന്റെ ഷർട്ട്. Yes, അപ്പൊ അന്ന് മുതൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിബി സാറിന്റെ ഏറ്റവും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള സിനിമകളെല്ലാം അധികവും എഴുതിയത് ലോഹിത് സാറാണ്. അപ്പൊ ലോഹിത് സാറിന് ശേഷം സിബി സാറിനെ മനസ്സിലാക്കി സിബി സാറിന് വേണ്ടി സ്ക്രിപ്റ്റുകൾ എഴുതാൻ പറ്റിയ ഒരു റൈറ്ററിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലായിരുന്നു സിബി സാർ. അപ്പൊ അത്തരത്തിലുള്ള, ഞാൻ ഒരിക്കലും ലോഹിത് സാറായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല, എങ്കിൽ പോലും സിബി സാറിന് അത്രയും പ്രതീക്ഷകൾ നൽകുന്ന ഒരു തിരക്കഥാകൃത്താണ് ഹേമന്ത്. അപ്പൊ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. എന്നോട് എല്ലാവരും ഈ സിനിമയെ പറ്റി ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു 100% സിബി മലയിൽ സിനിമയാണ്. ഒരു സിബി മലയിൽ സിനിമയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ അതെല്ലാം 100% ഈ സിനിമയിലുണ്ട്. ഇനി ഔട്ട് ഓഫ് ദ കോണ്ടെക്സ്റ്റ് ഒരു കാര്യം ചോദിക്കണം, അതായത് തെറ്റിദ്ധരിക്കുമെന്ന്. പക്ഷെ ഇന്ന് സിനിമ കണ്ടിറങ്ങിയ എല്ലാവരും വളരെ സന്തോഷത്തോടെ പങ്കുവെച്ചത് ഇതൊരു ഫാമിലി ഒരുമിച്ച് കാണേണ്ട ഒരു സിനിമയാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം രാഷ്ട്രീയ കൊലപാതകങ്ങളെ പറ്റി നമ്മൾ പറയുന്ന ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിന് വിക്ടിമാകുന്ന കുടുംബങ്ങളുടെ കഥയാണ് ഈ സിനിമ കൂടുതൽ പറയുന്നത്. അതെല്ലാം ആരുടെയൊക്കെയോ മകനോ അച്ഛനോ കാമുകനോ ഭർത്താവോ ഒക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളവരുടെ ലൈഫിൽ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് 100% ഒരു ഫാമിലി എന്റർടൈനറാണ്. അങ്ങനെ തന്നെയുള്ള റിവ്യൂസ് ആണ് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മളിവിടെ ഈ സിനിമ ഇതുവരെ കണ്ട പല ആളുകളുടെ റിവ്യൂ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാണില്ലേ? Yes. ഇതിപ്പോ നമുക്ക് ഇപ്പോ ഇവിടെ നമ്മുടെ കൂടെ ആസിഫിക മാത്രമേ ഉള്ളൂ. പക്ഷെ തീർച്ചയായിട്ടും റോഷൻ മാത്യു, നിഖില വിമൽ, അങ്ങനെ ഒരുപാടധികം താരങ്ങൾ കൂടെ ഈ മൂവിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. സോ ഹൗ വാസ് ഇറ്റ് റോഷന്റെ കൂടെ നിഖിലയുടെ കൂടെ ആ ഒരു യങ് വൈബിൽ ആക്ട് ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ്? റോഷൻ മാത്യു എന്ന് പറയുന്ന ബോളിവുഡ് ആക്ടറിന്റെ കൂടെ ഒരു നല്ല സൗഹൃദമുണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഇതില് നിഖില ആണ് എന്റെ പേരായിട്ട് അഭിനയിക്കുന്നതെങ്കിൽ പോലും ഏറ്റവും നല്ല ഒരു കെമിസ്ട്രി ഷെയർ ചെയ്യുന്നത് ഞാനും റോഷനുമായിട്ടാണ്. ഒരു വളരെ മനോഹരമായുള്ളൊരു സൗഹൃദത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പം തീർച്ചയായിട്ടും ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള യുവതലമുറയിലെ ഏറ്റവും മികച്ച ആക്ടേഴ്സിൽ ഒരാളാണ് റോഷൻ. റോഷന്റെ നല്ലൊരു പെർഫോമൻസ് ഉണ്ട്. പിന്നെ നിഖില വിമലിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിഖില കഴിവ് തെളിയിച്ചൊരു നടിയാണ്. അപ്പം പിന്നെ കണ്ണൂർ ബേസ് ചെയ്തൊരു സിനിമ പറയുമ്പോൾ നിഖിലയ്ക്ക് അതിൻ്റെ അകത്ത് കൃത്യമായൊരു സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ എഴുത്തിന്റെ കേസിൽ ഒരു 10-15 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, ഡ്രാമ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളതാണ് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഹേമന്ത് കുമാർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്ക്രിപ്റ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതികൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവി സ്ക്രിപ്റ്റ് ആണെന്ന് തോന്നുന്നു. what do you feel about it? 3 സിനിമയ്ക്ക് ശേഷം 4ാമത് സിബി മലയിലിനെ പോലെ ഒരു സംവിധായകൻ എന്നെ വീണ്ടും വിളിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെന്റ് ആണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത് മോഹൻലാലിന്റെ കൂടെയാണ്. അപ്പൊ അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് എന്നെ വിളിക്കുമ്പോൾ അത് ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്നെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ ഉള്ളതുകൊണ്ടായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു യുവതാരങ്ങളിൽ ആരും തന്നെ 4 പടങ്ങൾ സിബി സാറിന്റെ കൂടെ ആരും വർക്ക് ചെയ്തിട്ടില്ല. നമ്മുടെ ജനറേഷൻ പുതിയ ജനറേഷൻ ഒരു സംവിധായകന്റെ കൂടെ തുടർച്ചയായി 4 പടങ്ങൾ ആരും ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. ഓക്കെ. അപ്പൊ ഈ കൊത്തു മൂവിയിലേക്ക് വരുമ്പോൾ ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് ഇപ്പോൾ രാവിലോട്ട് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഇതൊരു ചിലപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ആവാം എന്നൊക്കെ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ കാണുന്ന പലരും പറയുന്നുണ്ട് പൊളിറ്റിക്കലി നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടാണ് കൊത്ത് ഡിസ്കസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ നമ്മുടെ ഇത്രയും ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്, അത് അവരോട് എന്താണ് ആസിഫ് അലിക്ക് പറയാനുള്ളത്? ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നു. എല്ലാവരും ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ ഭയങ്കര അപ്പൊ ഇത്ര ഉള്ളായിരുന്നു. അപ്പം കുറച്ചു മുന്നേ ആസിഫിക പറയണ്ടായിരുന്നു സിബി മലയിൽ സാറുമായിട്ടുള്ള 4ാമത്തെ മൂവിയാണ്, റൈറ്റ്? അപ്പം ആദ്യം ആ ഒരു മൂവി കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഡയറക്റ്റ് ഞാൻ പോറ്റിയതും വളർത്തിയതൊന്നും എൻ്റെ ഉമ്മ ഉപ്പല്ല, എൻ്റെ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഏടെ എങ്കുലാബ് കേട്ടാലും ഞാൻ
കൂട്ടുകാരെല്ലാം കൂടെ പറ സംഭവം നമ്മള് വെറും കാറ്ററിംഗുകാരല്ല, പാർട്ടിക്കാരാണ്. ഈ കേസും എന്താവുന്ന എനിക്ക് നന്നായി. റിമാൻഡ് പീരിയഡ് കഴിയുമ്പോഴത്തേക്കും ഇവനൊക്കെ സ്മൂത്തായി പുറത്തിറങ്ങി. രാഷ്ട്രീയ പ്രവർത്തകൻ ഒരാളെങ്കിലും എനിക്ക് വേണം. ഒളിച്ചോട്ടൊന്നും ലക്കൂടാ ഇല്ലാണ്ട് കുറെ പായടി വരും. എനിക്ക് പേടിയില്ല. ഇവര് ആസ്വദിക്കാനെ കാണുമ്പോ ഭയങ്കര എനർജറ്റിക് ആവും, ഭയങ്കര ഓളം ഉണ്ടാവും. ഒരിക്കൽ കൂടി ഒരു വലിയ കൈയടി കൂടി കൊടുക്കാം. ആസ്വദിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ജസ്റ്റ് ഒരു ഹായ് കൊടുത്തിട്ട് തൽക്കാലം റെസ്റ്റ് ചെയ്തോളൂ. വീണ്ടും നമ്മൾ വിളിക്കും. ഹലോ, ഞാനെന്താ ചോദിച്ചത്, എവിടെയാണ് ബഹളം? എന്താ സന്തോഷമില്ലാത്ത? ഓണമൊക്കെ കഴിഞ്ഞപ്പോ എല്ലാരും ക്ഷീണിച്ചോ? അതോ എല്ലാരും ലുലു മോളിലേക്ക് പോയോ? ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണിത്. എന്താ കാരണം എന്നറിയോ? ഇന്ന് എന്റെ ഒരു സിനിമ റിലീസായിട്ടുണ്ട്. ഏതാണെന്ന് അറിയോ? കൊത്ത്. സിബി മലയിൽ സാറിന്റെ കൂടെ ഞാൻ ചെയ്യുന്ന എന്റെ 4ാമത്തെ സിനിമയാണ്. ഒരുപാട് നല്ല അഭിപ്രായങ്ങളുണ്ട്, ഒരുപാട് സന്തോഷത്തിലാണുള്ളത്. അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ഇവര് സമ്മതം തന്നതിന് ശേഷം പങ്കുവെക്കാം. ഒരു ബഹളം ഉണ്ടാക്കുക. എന്താണ് ഇന്നൊരു വെള്ളിയാഴ്ച? ഓക്കെ താങ്ക് യു. നമ്മൾ വിളിക്കാം. അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്തോളൂ. നമുക്ക് ഇന്ന് ഇവിടെ കൊത്ത മൂവിയുടെ റിലീസ് ഡേ ഇവന്റില് യുവതാരം ആസിഫ് അലി നമ്മളോടൊപ്പം ഉണ്ട്. ഈ ഒരു എനർജി പോകട്ടോ. ഒരു വലിയ കൈയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ആസിഫ് അലി.